ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഞങ്ങളുടെ പള്ളി ഇടവക പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. ആക്ച്വലി ഞാൻ ഷോർട്സ് ആയിട്ട് പ്ലാൻ ചെയ്തു, പക്ഷേ ഷൂട്ട് ചെയ്ത് വന്നപ്പം ഷോർട്സിൽ ഒതുങ്ങൂല അന്നത്തെ പോലെ തന്നെ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിനകത്തിലെ കൂടെയാണ് പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്ത് പോയത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കയറി, ഞാനും മമ്മിയും കൂടെ കയറി. അങ്ങനെ ഇരവിപുരം ഇരവിപുരം എന്ന കൊല്ലം ജില്ലയിൽ ഇരവിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ ആ ഏരിയ കംപ്ലീറ്റ് ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലവും കവർ ചെയ്തു. കുരിശടിയാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ. എല്ലായിടത്തും പടക്കവും അതും ഇതൊക്കെയാണ്. പെരുന്നാളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ദീപാവലി പോലെയാണ്. അങ്ങനെ മെയിൻ പാർട്ടിലോട്ട് പോകുക. ഞങ്ങൾ ഈ പ്രദക്ഷിണത്തിൽ സെൻറ്റ് ജോൺ ആണല്ലോ, അപ്പോൾ ഞങ്ങൾ സെൻറ്റ് ജോൺ എൻ്റെ തിരുസ്വരൂപമായിട്ട് ഞങ്ങൾ കടപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി കടൽ തുറക്കൽ എന്ന് പറഞ്ഞൊരു ഒരു റിച്വലുണ്ട്. അപ്പം അത് എന്ന് വെച്ചാൽ ഈ പുണ്യാളിന് കടലിൽ കൊണ്ടുപോയി മുക്കിയിട്ട് കീ വെച്ച് ഓപ്പൺ ചെയ്യും. അതാണ്. അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം കടലിൽ മീനുണ്ടാവും എന്നാണ്, ഒരുപാട് മീൻ കിട്ടുമെന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ അത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആഘോഷമാണ്. കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ് ആഘോഷിക്കുന്നത്. ഞങ്ങളിപ്പം അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര പാടായിരുന്നു. പടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പടക്കമാണ്, നമ്മൾ പുറത്തിട്ട് പൊട്ടിക്കുന്ന പോലെ ആയിരുന്നു. അങ്ങനെ ഓരോ കുട്ടികളന്മാരെ കൊണ്ടുവന്ന് അങ്ങനെ ഭയങ്കര പാടായിരുന്നു അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തന്നെ വേണം. പക്ഷെ അത് വർഷത്തിലൊരിക്കലല്ലേ, അതുകൊണ്ട് നമുക്ക് ഈ റിസ്ക് എടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അതായത് കടൽ തുറക്കൽ കർമ്മമാണ് അവിടെ ചെയ്യുന്നത്. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഇവിടെ ഈ പെരുന്നാളിന് എപ്പോഴും നമുക്ക് മഴ തന്നെയാണ്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. പ്രദക്ഷിണം ഇറങ്ങിയ സമയത്ത് മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം മഴ കുറവായിരുന്നു. ആ സമയത്ത് കുറച്ച് നേരത്തെ മഴ പെയ്തോളൂ. ഞങ്ങളങ്ങനെ കടൽ തുറന്ന് തിരിച്ച് കയറി തിരിച്ചിനി പള്ളിയിലോട്ട് തന്നെ പോവാണ്. അപ്പം ഇത് ഞങ്ങളുടെ പാലത്തിൻ്റെ അടുത്താണ്. ഇടയ്ക്ക് ഇത്തിരി ഫോൺ ഹാങ് ആയതാണ്. അങ്ങനെ പാലവും കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലെത്തി. പള്ളിയിൽ രൂപം പോകാൻ ലൈറ്റ്സൊക്കെയാണ് ഇതൊക്കെ. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഒരു ആഘോഷമാണ് പള്ളിപ്പെരുന്നാളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ഭയങ്കര ആഘോഷമാണ്. അങ്ങനെ ഇതെല്ലാം പിരിശേന്തിമാരാണ് പെരുന്നാൾ നടത്തുന്ന ആൾക്കാർ. അത് ഒരാളല്ല, ഒരു 500 പേര് കാണും. അവരുടെ തലയിൽ ഈ തൊപ്പി പോലെ വെച്ചേക്കുന്നുണ്ടോ, അതാണ് ഈ പിരിശേന്തിയാണെന്ന് അറിയുന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ. എല്ലാവരും വെള്ളമായിരിക്കും. പെരുന്നാൾ തുടങ്ങിക്കഴിഞ്ഞ് ഈ തീർന്നിടം വരെ ഈ പിരിശേന്തിമാർ വൈറ്റ് തന്നെയാണ് ഇടേണ്ടത്. അതായത് പള്ളിയിലോട്ട് കയറുകയാണ്. അച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം മുന്നത്തേക്കാളും ഒരുപാട് ആൾക്കാർ പ്രദക്ഷിണത്തിൽ വന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മഴ കാരണം എല്ലാവരും മടിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും വന്നു. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനത്തെ പുണ്യാളൻ്റെ രൂപം വന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിക്കകത്തോട്ട് കയറി. അങ്ങനെ പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞ് പള്ളി വന്നപ്പം 10 അതങ്ങനെയാണല്ലോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 7 മണിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ശബരിമല.